എൻ്റർടൈൻമെൻറ്റുകൾ നമ്മുടെ ഈ റിപ്പോർട്ടർമാരുടെ ഇടയിലെ കലാകാരന്മാരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞോ, അവരുടെ പെർഫോമൻസും ഒക്കെ ആവാം. തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയട്ടെ, കൊല്ലം ഈ കലോത്സവത്തെ നെഞ്ചിലേറ്റി എന്ന് തന്നെ പറയണം അല്ലേ. കല കലക്കി കൊല്ലം, നമ്മൾ ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, കല കലക്കും കൊല്ലം എന്നുള്ളത്. യഥാർത്ഥത്തിൽ കല കലക്കി. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞതാണ് ഞാനത്, കോഴിക്കോട്ടായിരിക്കും കലോത്സവം, അല്ലെങ്കിൽ കോഴിക്കോടിനെ പോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞാണ്. കലാകിരീടം കോഴിക്കോട്ടേക്ക് തന്നെയായിരിക്കും, പക്ഷെ കലോത്സവം അത് കൊല്ലം കല കലക്കി അല്ലേ. ഏത് കല കലക്കി എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടൊക്കെ ഈ വേദിയിലേക്ക് ഒഴുകിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത്, ഇത് ശരിക്കും കൊല്ലം പൂരം നടക്കുന്ന മൈതാനമാണ് അല്ലെ. ആ പൂരത്തിനേക്കാൾ കൂടുതൽ ആളുകൾ, എന്നോടൊരു കൊല്ലംകാരൻ പറഞ്ഞ പൂരത്തിനേക്കാൾ ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രവീണ കൊല്ലം പൂരം കണ്ടിട്ടുണ്ടോ? കൊല്ലം പൂരം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിന്റെ വലിപ്പം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിനേക്കാൾ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മഴ പെയ്തിട്ട് പോലും ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ ഓഡിറ്റോറിയത്തിനകത്ത് ഇതിനകത്ത് തന്നെ. അതെ, നല്ലൊരു മഴ പെയ്തു വൈകുന്നേരം. ആ മഴയ്ക്ക് ശേഷവും ആൾക്കാരുണ്ടായി. കേട്ടിട്ടുള്ള ഒരു കൊല്ലമല്ല, വളരെ കളർഫുൾ ആയ വൈബ്രന്റ് ആയ ഒരു കൊല്ലത്തെയാണ് നമ്മൾ ലൈസിന് വേണ്ടി തല്ലുകൂടുന്ന കൊല്ലമായിരുന്നില്ല. അതായിരുന്നില്ല കൊല്ലം. നിങ്ങളിങ്ങനെ കൊല്ലത്തെ ഈ ലേസിന്റെ പേരിൽ അധിക്ഷേപിക്കരുത്. ഇവിടെ ഒരു കൊല്ലംകാരൻ ഇരിപ്പുണ്ട് കേട്ടോ, ആരും മറക്കല്ലേ. രഞ്ജിത്തെ, ഒരു കൊല്ലംകാരൻ ഇവിടെ ഇരിപ്പുണ്ട്, മറക്കല്ലേ. അതല്ലാതെ പറഞ്ഞേ, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് ഞങ്ങളൊക്കെ ഇപ്പൊ അറിയുന്നുണ്ട്. അതെ, ഞങ്ങള് കൊല്ലത്തെ എന്താ പറയാ, ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ് അല്ലെ. കാരണം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് സാധാരണ കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൊല്ലംകാർ കൊല്ലത്ത് നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ സൂപ്പർ അല്ലേ. പൊളി. ആ ഉണ്ണിസാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാറേ, വൺസ് മോർ. അല്ല, ഇല്ലം വേണ്ടെന്ന് പറഞ്ഞ അവിടെ നിൽക്കണ്ട, വൈദ്യുതി തന്നെ വിട്ടോളൂ എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. ആ ട്രോഫി പോകുമ്പോ കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, ഇവിടെ